ഇവര് നമ്മളെക്കാൾ ഒരു മുഴ മുമ്പേ ഏറി തുടങ്ങിയല്ലോ ഗോപകുമാറെ. എന്താടോ തനിക്കിവിടെ കാര്യം? കൊച്ചുകുട്ടനെ ബംഗ്ലാവ് വാങ്ങിയെന്നോ അവന്റെ അച്ഛനും അമ്മ ഇവിടെയാണ് താമസമെന്നോ ഒക്കെ ഒരു ശ്രുതി പറഞ്ഞിരുന്നല്ലോ. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നാ. ഏതോ തന്തയ്ക്ക് പറക്കാത്ത ചുമ്മാ പറഞ്ഞുണ്ടാക്കിയോ സാർ? ഇവിടെ അങ്ങനെ ആരും താമസമില്ല സാറേ. ഇതിനകത്ത് ആടുമില്ല പൂടിയില്ല. 1 വർഷമായി പൂട്ടിക്കെടുക്കുക. ആട്ടെ, ഇതൊക്കെ അന്വേഷിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ആ എന്ത് ചോദ്യമാ സാറേ ഇത്? മർഡർ കേസിന്റെ അന്വേഷണ ചുമതല അഡീഷണൽ DGPക്ക് എനിക്കും അല്ലേ സാർ? അന്വേഷണ ചുമതല നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റിയ വിവരം അറിഞ്ഞില്ലല്ലേ? മാറ്റിയോ? ഞാൻ അറിഞ്ഞില്ല. കള്ളം പറയുന്നോ? താൻ അറിഞ്ഞല്ലേ? അറിഞ്ഞു. അപ്പൊ അറിഞ്ഞിട്ടും വന്നത് അന്വേഷിക്കാനല്ല, അന്വേഷണം വഴിമുടക്കാനാണല്ലേ? പത്രോസേ സാർ, അയാളെ കൊണ്ടുവാ. ഇതിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ ഗോപിനാഥൻ നായർ. നായരെ, 1 വർഷമായിട്ട് ഈ വീട് പൂട്ടിക്കിടക്കണോ? ഇല്ല സാർ, ഈയിടെയാണ് പ്രായമായ ഒരു തന്തയും തള്ളയും 4 പെൺമക്കളും കൂടി ഇവിടെ താമസത്തിന് വന്നത്. ദാ അവരിവിടെ തന്നെ താഴെ ഒരു 150 ഏക്കർ എസ്റ്റേറ്റ് മേടിച്ചു. എന്നിട്ട് അവരെവിടെ? ഇന്ന് രാവിലെ ജീപ്പിലും ലോറിയിലുമായി വന്നവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? അതെനിക്കറിയില്ല സാർ. എങ്ങോട്ടാടോ അവരെ കൂട്ടിക്കൊണ്ട് പോയത്? ഞങ്ങൾക്കറിയില്ല. എനിക്കറിയില്ലടാ പൊന്നം. പരസ്യമായി ഇവിടെ വെച്ചിട്ട് തന്ന് തന്നെ കൊണ്ട് എനിക്ക് സത്യം പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പോലീസിന്റെ കുപ്പായിട്ടുണ്ടാണല്ലോ എഴുന്നള്ളിരിക്കുന്നത്. എവിടെ വീടിന്റെ താക്കോല്? എനിക്കറിയില്ല. അറിയില്ലേ? പിന്നെ ഇതെന്താടോ കോപ്പേ? ഗോപകുമാർ സാർ, ഓപ്പൺ ദി ഡോർ. യെസ് സാർ. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. തെരുവിൽ എച്ചിലിനൊക്കെ ജീവിക്കുന്ന കൊടിച്ചിപ്പട്ടികൾക്ക് തന്നെ കിളക്കാൻ അന്തസ്സുണ്ട്. ഏതായാലും തന്നെ ഏമാനൊന്ന് പോയി പറഞ്ഞേക്ക്, കൊച്ചുകൂട്ടന്റെ അച്ഛനെ അമ്മയും മാറ്റി പാർപ്പിച്ചുകൊണ്ടൊന്നും ഈ കേസിലെ പ്രതി രക്ഷപ്പെടില്ലെന്ന്. അവൻ ലോക്കപ്പിൽ കിടന്ന് തൊലഞ്ഞതിന് താനെന്തിനാ എന്റെ മുഖത്ത് കയറി നിറങ്ങാൻ വരുന്നത്? പ്രതികൾ ലോക്കപ്പിൽ കിടന്ന് കഴിവേറുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. കഴിവേറിയതല്ല സാർ, കഴിവേറ്റിയതാണ്. കൊച്ചുകുട്ടനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിന് ഞാനെന്താ വേണോടോ? കൊലപാതകമാണെങ്കിൽ ജയിലിൽ പാറാവ് നിന്നവന്റെ മേക്കിട്ട് കയറ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിയാണ് സാർ. പക്ഷേ പാറാവ് നിന്ന ഉദ്യോഗസ്ഥന് ഒടുവിലാണ്. വാർഡനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയാൾക്ക് ഇതേപ്പറ്റി ഒരു ചുക്കും അറിയില്ല. പിന്നെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് അത്താഴപ്പട്ടണിക്കാരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാവുന്നല്ലാതെ കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര തന്ത്രപരവും ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമണ്ട ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരിയല്ലേ സർ? ഇനി അതും ഞാൻ തന്നെയാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സോറി മിസ്റ്റർ ഗോമസ് അലക്സാണ്ടർ, ഇക്കാര്യത്തിൽ എനിക്ക് താങ്കളെ സംശയമുണ്ട്. നിർത്താവിടോ. പ്രതി കൊച്ചൂടന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തും മുമ്പ് DYSP സിദ്ധാർത്ഥനെയും സർക്കിൾ ഇൻസ്പെക്ടർ രാജനെയും അയച്ച് അവരവിടെ നിന്ന് മാറ്റിയതാണല്ലേ? നോൺസെൻസ്. തന്റെ കൂടി ചമ്മടത്തിൽ ആര് പറഞ്ഞു? തന്റെ എത്തിൽ നിന്ന് കൊടുത്ത ആ വാലാട്ടിപ്പട്ടികൾ തന്നെ ഇനി നിഷേധിക്കാവോ? ചെറ്റത്തരം പറയുന്നോ? കേസ് അന്വേഷണത്തിന് ചുമതല കൈ കിട്ടിയെന്ന് വിചാരിച്ച് ആരോട് എന്തും പറയാമെന്ന് എന്തും ചെയ്യാമെന്നും കരുതരുത്. മുഖ്യമന്ത്രിയുടെ മോടെ ശീലയെ അടിപ്പാവടെ അലക്കി തേച്ച് കൊടുത്തതിന്റെ മിടുക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പുറത്ത് കുതിര കയറാനുള്ള ലൈസൻസ് ആക്കി മാറ്റരുത്. സൂക്ഷിച്ച് സംസാരിക്കണം. മേലാഫീസറാണെന്നും ഞാൻ നോക്കുകയില്ല. കണ്ട ചീഞ്ഞ രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്തരം നാക്കി കൊടുത്ത് തേഞ്ഞുപോയ തന്റെ ഈ നാക്കുണ്ടല്ലോ, അത് പൊറിച്ചെടുത്ത് സ്റ്റഫ് ചെയ്ത് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ആ മേലാളന്മാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ഛന്മാരുടെ താറ് താങ്ങിയും താൻ നേടിയ സ്റ്റാർസ് ഉണ്ടല്ലോ, ഇത് നാളെ പരസ്യമായിട്ട് പബ്ലിക് റോഡിലിട്ട് ജനം ചവിട്ടും. അതിനൊന്നും ഇനി കാലതാമസമില്ലടോ. പോകാവിടോ, പോകാൻ തന്നെ വന്നത്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും. അന്ന് എന്റെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വിലങ്ങ് ഉണ്ടായിരിക്കും.
ലൈറ്റ് കത്തി. ഇതാരോ ഡിജിറ്റൽ ഡയറി. ഡീകോഡ് ഇറ്റ് ആൻഡ് ഡൗൺലോഡ് ദ ഡീറ്റെയിൽസ്. പോലീസ് നീതി പാലിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. ഇതാണോ കലിയുഗത്തിന്റെ സവിശേഷത? അസുരന്മാർ ദേവന്മാരാകും, ദേവന്മാർ ചിലപ്പോൾ രാക്ഷസന്മാരാകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. CM-ന് വിശ്വസിക്കാം. ക്ലിയർ എവിഡൻസുമായിട്ടാണ് രാമനാഥൻ വന്നിരിക്കുന്നത്. സർ, ഈ കേസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങളും അസത്യമാണ്. സത്യമായത് പലതും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുമാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അവസരം സാർ എനിക്ക് ഉണ്ടാക്കി തരണം. കേസന്വേഷണം മുന്നോട്ട് പോകുക തന്നെ വേണം. സത്യം തെളിയിക്കുകയും വേണം. അതെന്റെ കൂടെ പ്രസ്റ്റിജിന്റെ പ്രശ്നമാ. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും. താങ്ക് യു സർ. കുറ്റം സമ്മതിച്ച കൊച്ചുകുട്ടന്റെ മൊഴിയില് കമ്മീഷൻ രാമനാഥനും പ്രതിസ്ഥാനത്താ. എടോ, മറ്റൊരു പ്രതി അപ്പുനത്തെ ഒളിപ്പിച്ചിരിക്കല്ലേടോ. തെമ്മാടത്തിനെ മുഴുവൻ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൈമണിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, തന്റെ IPS തൊപ്പിയൊക്കെ തലവാക്കി വെച്ചേക്കത്തില്ല പ്രാച്ചൻ. ഈ കട്ടക്കർ ഉറുമ്പരിക്കുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ മിനിസ്റ്റർ. തീ തിന്ന് വളർന്ന ഒരു ഉറുമ്പാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതി. ഇത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം മാത്രം. ജസ്റ്റ് an interrogation. അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? തനിക്ക് ഇതിനാരാ അധികാരം തന്നെ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അവറാച്ച. ആട്ടെ, കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു. പോയി കാണും. അങ്ങനെ പോയി കാണുമെന്ന് പറഞ്ഞാൽ പോരാ. പോയിരുന്നോ? പോയിരുന്നെങ്കിൽ അത് എന്തിന്? താൻ എന്നെ ഉണ്ടാക്കാനാടോ? ഇവിടെ ചത്തുപോയി അന്തോണിച്ച എന്റെ കൂടപ്പുറപ്പാ. ഞാൻ അവന്റെ വീട്ടിൽ പോകും. അതെന്തിനാണെന്ന് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം നടന്ന രാത്രി പോയിരുന്നോ എന്നാണ് ചോദിച്ചത്. അത് പിന്നെ പോയിരുന്നു. വായ്, എന്തിന്? അതൊരു ഫാമിലി പ്രോബ്ലം സംസാരിക്കാൻ പോയതാ. അതെ, ഫാമിലി പ്രോബ്ലം സംസാരിച്ചു, തമ്മിൽ പിണങ്ങി, വാഗ്വാദമായി, പിടിവലിയായി, അവസാനം അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. അതല്ലേ സത്യം? കോപ്പേ, തെമ്മാർത്തരം പറഞ്ഞോ? അന്വേഷണം നടത്തി എന്നെ കൊലപാതകയാക്കാൻ നോക്കുന്നു. ഇത് തന്തയിലാഴിയ. നിർത്തണോ? 10-25 വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കത്ത് വെച്ചും അവരെ മൂക്കളെ ചേറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നു. തന്റെ രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ വേണ്ട. തല്ലാൻ കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല. ആരിച്ച് പീരുത്തുകളെ പറഞ്ഞോ. താൻ എന്തിനാ അവരെ കൊന്നത്? ദൈവദോഷം പറഞ്ഞോ? ഞാൻ എന്തിനാണ് എന്റെ ഗുണപ്പുറപ്പിനെ കൊല്ലുന്നേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കമ്മീഷണറെ, ഇത് ചീറ്റിങ്ങാ. ഇതിനെ അനുഭവിക്കും. ഞാനിവിടുന്ന് വെളിയിലിറങ്ങും. അപ്പൊ കാണിച്ചു തരാം. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോലീസുകാരെ വിളിച്ചാണ്ടല്ലോ. മിനിസ്റ്ററാണ് ക്രിസ്റ്ററാണെന്നും ഞാൻ നോക്കൂല. വ്യക്തമായി തെളിവായിട്ടോടെ ഞാൻ വന്നിരിക്കുന്നേ. കൊല്ലാൻ അല്ലെങ്കിൽ പിന്നെ താൻ ചരക്കാനോ രാത്രി അങ്ങോട്ട് പോയത്? ഗോപകുമാർ സാർ, ഇയാള് സത്യം പറയുമെന്ന് തോന്നുന്നില്ല. താനാ പുറത്തേക്കുള്ള വാലം കടച്ചേക്ക്. മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേൾക്കണ്ട. പോലീസ് മുറ എടുത്താ സാറിന്റെ മാനം പോവും. അത് വേണോ? വേണ്ട, മുറയൊന്നും എടുക്കണ്ട. ഞാനെല്ലാം തുറന്നു പറയാം. കൊലപാതകം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി CS സെബാസ്റ്റ്യന്റെ മോടെ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. വേളിയിരിക്കുന്ന കക്ഷികളുടെ വിവരമൊന്നുമില്ലല്ലോ. അടിച്ച് വിറ്റായി ചാച്ചി കാണുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്ന് കരയാതെ കുഞ്ഞെ, ആരെങ്കിലും കാണും. എന്താടി, നിന്റെ വല്ലൊരു ചത്തോ? ഓ, വല്ലവന്റെ തല്ലുകൊണ്ട് അവിടെ അപ്പം ചാവാത്തന്റെ വിഷമ. നീ ഒന്നും മിണ്ടാതിരി.
നിന്റെ വർത്തമാനം കേട്ടാ പിള്ളേരുടെ തല തിരിയും. ആ മോള് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. ആനിയുടെ കൂട്ടുകാരികളുടെ മുറിയിലുണ്ട്. മേരിയമ്മേ, അവളെ വിളിച്ച് വണ്ടി കയറ്റി. മതി പാർട്ടി ആഘോഷമൊക്കെ. ഞാനിത് മുഴുവൻ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. എഴുന്നേക്കടാ പോത്തെ, എഴുന്നേക്കടാ. എന്താടാ, എന്താ പ്രശ്നം? എന്ത് പറയാനാ, കുടുംബത്തെ നശിപ്പിക്കാൻ പറഞ്ഞ ഒരുത്തി ഉണ്ടായി പോയില്ലേ, ഇവളെ ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. വീട്ടിലോട്ട് ചെല്ലട്ടെ. നീ ഇങ്ങോട്ട് വന്നേടാ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. നീ ഇപ്പൊ അവളോട് പൊയ്ക്കോ. നാളെയോ മറ്റന്നാളോ നമുക്ക് അവളെ ഇവിടെ നിന്ന് കടത്താം. നീ വിഷമിക്കാതിരിക്കേ. ആ പിന്നെ എത്ര ഇരുട്ടിയാലും ഞാൻ ആ വഴിക്ക് വരും. പറഞ്ഞ കാശെടുത്ത് വെച്ചേക്കണം. ഓ, അവര് പോയി 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അന്തോണിച്ചനെ വീട്ടിൽ ചെന്നു. അപ്പൊ സമയം എന്തായി കാണും? ഒരു 10-10:30 ആയി കാണും. എന്നിട്ട് അവിടെ ചെന്ന ഞാൻ കാണുന്നത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന എൻ്റെ അനുജനെയും കുടുംബത്തെയായിരുന്നു. അവർ യാത്ര ചോദിച്ചു പോയത് കർത്താവിന്റെ അടുത്തേക്കാണെന്ന് എനിക്ക് അപ്പോഴാ കമ്മീഷണറെ ബോധ്യമായത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടൻ തന്നെ അഡീഷണൽ DGP ഗോമസിനെ വിളിച്ച് വിവരം പറഞ്ഞു. അഡീഷണൽ DGP തന്നെ വിളിച്ചു പറയാൻ കാരണം എന്താ? പിന്നെ തന്നെയാണ് അറിയിക്കേണ്ടത്. ഈ കൊലപാതകത്തിൽ എനിക്ക് അന്നും ഇന്നും സംശയം തന്നെയാണ്. അവറാച്ചൻ പറഞ്ഞ ഈ നുണക്കഥ ഞാൻ വിശ്വസിക്കുന്നു കരുതുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ് നിങ്ങൾ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു എന്ന് വരെയുള്ള കഥ സത്യം. ബാക്കിയൊക്കെ പച്ച കള്ളമല്ലേ അവറാച്ച? കള്ളം പറഞ്ഞ കാര്യം എനിക്കെന്തുവാ? എന്റെ കുടുംബം മുച്ചൂട് തകർത്തവനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ അവറാച്ചൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? അപ്പൊ താണ്ടേതോ ഈ ഡിജിറ്റൽ ഡയറി ആരുടെയാ? പറയണം. ഇതങ്ങനെ തന്റെ കൈ വന്നു? ഇതെന്റെ കൈ വന്നതുകൊണ്ടാണല്ലോ അവറാച്ചൻ ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇതെനിക്ക് കിട്ടിയത് കൊലപാതകം നടന്ന ആന്റണി ആറ്റുവയുടെ ബംഗ്ലാവിൽ നിന്നാ. ഈ ഡിജിറ്റൽ ഡയറി എങ്ങനെ അവിടെ വന്ന മിനിസ്റ്ററെ? ഓ, ഇതാണോ താൻ കണ്ടുപിടിച്ച വലിയ കാര്യം? എടോ മന്ദബുദ്ധി കമ്മീഷണറെ, എന്റെ അനിയന്റെ ബംഗ്ലാവിൽ ഞാൻ തോന്നുമ്പോഴൊക്കെ പോവും. അപ്പൊ അവിടെ വെച്ച് മറന്നു കാണും. എക്സാക്ട്ലി, വെച്ച് മറന്നു കാണും. പക്ഷേ എന്റെ ബുദ്ധിമാനായ മിനിസ്റ്ററെ, എനിക്കിത് കിട്ടിയത് സ്വീകരണ മുറിയിൽ നിന്നല്ല, ബെഡ്റൂമിൽ നിന്നും അല്ല. പിന്നെ ഇവിടുന്ന കക്കൂസിന്നായിരിക്കും. അല്ല, എനിക്ക് ഈ ഡിജിറ്റൽ ഡയറി കിട്ടിയത് അണ്ടർഗ്രൗണ്ടിലെ രഹസ്യം അറിയുന്ന. അവറാച്ചം വരണ്ടു പോയോ? ബാബുമാറേ, മിനിസ്റ്റർക്ക് ഒരു ജ്യൂസ് പറ. എനിക്കൊരു ചുക്കും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത്ര രഹസ്യമായി പണിത് വെച്ച ആ ഗോഡൌണിൽ അവറാച്ചൻ എന്തിനാ ഇറങ്ങിയേ? എന്തായിരുന്നു ആ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം? പറ അവറാച്ച, പറ. എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? ആന്റണിയെ തലക്കടിച്ചു കൊന്നത് ഗോഡൌണിൽ വെച്ചാ. അവിടെ ചോര തളം കെട്ടി കിടക്കുന്ന പാട് ഇപ്പോഴും ഉണ്ട്. താഴെ കിടന്ന ഡെഡ് ബോഡി എങ്ങനെ അവറാച്ച മുകളിൽ വന്നത്? അതോ ചത്ത് കഴിഞ്ഞ് അന്തോണിച്ചൻ നടന്ന മുകളിലോട്ട് കയറിയോ? അന്തോണിച്ചൻ അണ്ടർഗ്രൗണ്ടിലിട്ട് കൊല്ലുകാരുന്നില്ല നീ? കർത്താവിനാണ്. അല്ല സാറേ. പിന്നെന്തിനാ നീ സീക്രട്ട് ഗോഡൌണിൽ ഇറങ്ങിയത്? പറടാ. പറയാ സാറേ, ഇന്നത്തെ കാലത്ത് മാനം മര്യാദയുടെ അഴിമതി കാണിക്കാൻ പറ്റുമോ? കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? ഇനി മേടിച്ച തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? പോട്ടെ, ബാങ്കിൽ ഇടാൻ പറ്റുമോ? ഉടനെ ഇൻകം ടാക്സ്, വിജിലൻസ്, ഇന്റലിജൻസ്, മാങ്ങ, തേങ്ങ, എന്തൊക്കെ ഏടാകൂടങ്ങളാ. അതുകൊണ്ട് 10-25 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നക്കാപ്പിച്ച് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ അന്തോണിച്ചനെ ഏൽപ്പിച്ചത്. ആ കാശ് ഒളിപ്പിച്ച് വെക്കാനാ അണ്ടർഗ്രൗണ്ട് റൂം പണിതത്. അപ്പൊ കാശ് വെക്കാനോ എടുക്കാനോ ഇറങ്ങിയ കൂട്ടത്തിൽ ഈ ഡിജിറ്റൽ ഡയറി അവിടെ പോയതായിരിക്കും. അപ്പോ ഗോഡൌണിൽ നിന്ന് രൂപയൊക്കെ എന്ത് മുഴുവൻ താൻ അടിച്ചു മാറ്റിയോ? അയ്യോ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ആ കാശ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോബ്ലം അല്ലേ? ഈ ഡിജിറ്റൽ ഡയറിയും FIR-ൽ അഡീഷണൽ DGP മനഃപൂർവ്വം വിട്ട് കളഞ്ഞ അണ്ടർഗ്രൗണ്ടിന്റെ കാര്യവും അവറാച്ചന്റെ രാത്രിയുള്ള ഈ വിസിറ്റും കൂടെ കൂട്ടി വായിച്ചാൽ കാശിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ അവറാച്ചനാണ് ഈ കൊല നടത്തിയെന്ന് ആർക്കാണ് അവറാച്ചൻ മനസ്സിലാക്കുന്നത്? നിങ്ങൾ രക്ഷപ്പെടില്ല മിനിസ്റ്ററെ. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച് ഈ കൊലപാതകം ചെയ്ത താനാണെങ്കിൽ തനിക്ക് കൊലക്കയർ വാങ്ങിത്തരാതെ ഈ രാമനാഥൻ വിശ്രമിക്കില്ല. മിനിസ്റ്റർക്ക് തൽക്കാലം പോവാം.